നിങ്ങൾക്ക് കുവൈറ്റ് സിറ്റി കാണാമോ? ആ ദൂരത്ത് കാണുന്നതാണ് കുവൈറ്റ് സിറ്റി. ഓഫ് റോഡ് 4x4 ഒക്കെ നല്ല ഏതോ വണ്ടി കയറിപ്പോൾ എൻ്റെ പാടൊക്കെ കിടപ്പുണ്ട്. നമ്മുടെ വണ്ടി കയറില്ല, ബൈക്ക്. ഹലോ ഗായ്സ്, നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ 4ാം സ്ഥാനത്തുള്ള നമ്മുടെ കടൽ പാലം കാണാൻ പോകണത് കുവൈറ്റിലാണ്. ഏകദേശം 48 കിലോമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അത് കാണാനാണ് എന്താ നമ്മൾ പോകുന്നത്. ഓൾറെഡി ഞാൻ ഈ വീഡിയോ പണ്ട് ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ എൻ്റെ ചാനൽ ഡിലീറ്റ് ആയിപ്പോയി. പക്ഷെ ജസ്റ്റ് ഇന്ന് പാലം കാണുമെന്ന് മാത്രമല്ല എൻ്റെ ഉദ്ദേശം. പാലത്തിൻ്റെ ഇടയിലുള്ള 2 ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡുകൾ നമുക്ക് കാണണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പാലത്തിൻ്റെ ഏറ്റവും അവസാനം നമുക്ക് വരുന്നതാണ് ഡെസേർട്ട് ഉണ്ട് ആ സൈഡിൽ. അപ്പോൾ ആ ഡെസേർട്ടിൽ ഈ സമയത്ത് വിൻ്റർ ടൈമിൽ ഡെസേർട്ടിൽ ഒരുപാട് ടെൻറ്റുകൾ ആൾക്കാർ വെച്ച് ടെൻറ്റിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ടെൻറ്റും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ കാണാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ബസ് ടോ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അവൻ ഡബിൾ ടക്കർ. നിങ്ങൾക്ക് കുവൈറ്റ് സിറ്റി കാണാമോ? ആ ദൂരത്ത് കാണുന്നതാണ് കുവൈറ്റ് സിറ്റി. നോർത്തേൺ കുവൈറ്റിലോട്ടുള്ള പാലമാണ്. അത് നോർത്ത് കുവൈറ്റിനെയും കുവൈറ്റ് സിറ്റീനെയും മെയിൻ കുവൈറ്റിനെയും കൂടെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പാലമാണ് ഈ ഷെയ്ഖ് ജാബിർ അൽ അഹമ്മദ് അൽ സബ ക്യാസ്വേ. ക്ലീൻ ചെയ്യാനുള്ള ആൾക്കാരാണ്. ഈ പാലം വരെ ക്ലീൻ ചെയ്യാൻ അവർ ഓരോ സൈഡ് വെച്ച് ഇന്നിങ്ങനെ പോവും, നാളെ ചിലപ്പോൾ ഇങ്ങനെ വരുമായിരിക്കും, അല്ലെങ്കിൽ വേറെ ഗ്യാങ് അവിടുന്ന് കാണും. ഓൾറെഡി ഈ പാലത്തിന് ഏകദേശം ഒരു 2-3 ഈ പോസ്റ്റ് വിട്ട് ക്യാമറ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ സ്പീഡ് ക്യാമറ വേറെയും വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നിരീക്ഷണത്തിലാണ് നല്ല രീതിയിൽ. കാരണം ഒരുപാട് ഈ പാലം വന്നതിന് ശേഷം ഒരുപാട് ആത്മഹത്യകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിർത്തണമെന്നൊക്കെ ഒരു സമയത്ത് പറയാറുണ്ട്. ആൾക്കാർ ജസ്റ്റൊക്കെ ഒന്ന് നിർത്തി പോവും, അല്ലെങ്കിൽ ഇതാണ്. ഇതാണ് ഒരു ഐലൻഡ് വരുന്നത്. ഇത് സദേൺ ഐലൻഡ്. ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോഴാണ് നോർത്തേൺ ഐലൻഡ് വരുന്നത്. സിൽക്ക് സിറ്റി പ്രോജക്റ്റ് എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് എല്ലാം ഇവിടെ പല രീതിയിൽ കൺസ്ട്രക്ഷൻസ് നടക്കുവാണ്. ഇതെല്ലാം ഡെവലപ്പിൻ്റെ ഭാഗമായിട്ട്
ഒരു 2035 ഇവർ ലക്ഷ്യമിടുന്നത്. 2035 ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അതിൻ്റെ മെയിൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിലാണ് അവർ ഈ പാലം പണിതിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ജസ്റ്റ് താഴോട്ട് ഇറങ്ങി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇൻ കേസ് നിങ്ങൾ വഴി മാറി കയറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങിപ്പോകാനും വളരെ ഉപകാരം. ഇതൊരു എക്സിറ്റും കൂടെയാണ്. ഇതിൻ്റെ കൂട്ടത്തിലുള്ളൊരു അപ്പോൾ അങ്ങനെ ഇതാണ് സദേൺ ഐലൻഡ്. ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഒരു 2-3 വർഷത്തിനുള്ളിൽ ഒരു വിൻ്റർ ടൈമിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഇവിടെ മാറ്റും. ഇങ്ങനെ ഇറങ്ങി റൗണ്ട് അടിച്ച് ഇതേപോലെ തന്നെ അപ്പുറത്ത് പിന്നെ സ്പേസ് ഉണ്ട്, അത് കാണിച്ചു തരാം. ഇനി ഇവിടുന്ന് ഇതിൻ്റെ മെയിൻ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന റോഡെന്ന് പറഞ്ഞാൽ ഇതൊരു 36.15 സംതിങ് ആണ് ഈ കിലോമീറ്റർ വരുന്നത്. ഇതാണ് ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലിങ്ക് എന്ന് പറയുന്നത്, ഒരു റോഡ്. ഇതിൻ്റെ കണക്ഷനാണ് ബാക്കി വരുന്നത്. അപ്പോൾ ടോട്ടലാണ് വരുന്നത് ഈ 48.5 എന്ന് പറയുന്ന കിലോമീറ്റർ. ഈ ടോട്ടൽ ബ്രിഡ്ജിൻ്റെ ലെങ്ത്താണ് പറയുന്നത്. ഇതാണ് മെയിൻ വേ എന്ന് പറയുന്നത്. അതായത് നോർത്തേൺ കുവൈറ്റ് സിറ്റീനെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി അവരുടെ സിൽക്ക് സിറ്റി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവർ ആദ്യം എടുത്തൊരു സ്റ്റെപ്പാണ് ഇതെന്ന് പറയുന്നത്. അപ്പം 104 കിലോമീറ്റർ വരുന്ന ഇത് റോഡിനെ ദൂരത്തെ കുറച്ചാണ് ഈ 36 കിലോമീറ്റർ ആക്കി കുറച്ചിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ട്രാൻസ്പോർട്ടേഷനും അവർക്ക് വളരെ പെട്ടെന്ന് നോർത്തേൺ കുവൈറ്റും ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഗുണം ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ലൈറ്റ് ഹൗസ് ഒക്കെ എന്നൊക്കെ പറയുന്ന പോലൊരു മെയിൻ പോർഷനാണ്. ഇതിലൊരു മിഡിൽ പോർഷനാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതിൽ രാത്രി നല്ല രീതിയിൽ ലൈറ്റൊക്കെ കത്തുന്നതാണ്. ഇതാണ് ഒരു മെയിൻ ഇതിൻ്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത്, ഒരു സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും മിനിമം ഓരോ പോലീസ് കാറ് വെച്ച് ഇതിൻ്റെ 2 സൈഡിലും ഉണ്ട്. കാരണം ഒരുപാട് പേര് ഇതിന് ശേഷം, ഈ പാലം വന്നതിന് ശേഷം ഒരുപാട് പേര് ഇവിടെ ആത്മഹത്യ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിർത്തരുത് എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ നിരീക്ഷ ക്യാമറകളൊക്കെ പഴയതിലും എണ്ണം കൂടിയിട്ടുണ്ട് ക്യാമറയുടെയൊക്കെ. ഇപ്പോൾ ഈ കാണുന്നതാണ്, ഇതാണ് കുവൈറ്റ് സിറ്റി എന്ന് പറയുന്നത്. ഗൈസ്, അപ്പോൾ നമുക്ക് ഈ മെയിൻ പോർഷനിൽ നിന്ന് നമുക്ക് അടുത്ത ഇനിയുണ്ട് ദൂരം. ഇനി ഇതിനകത്തുള്ളത് നമ്മുടെ നോർത്തേൺ ഐലൻഡോടുണ്ട്. അതിനുശേഷം റോഡ് അവിടെ കൊണ്ട് തീരുവാണ്. രാവിലെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. രാവിലെ വന്നാൽ വേറൊരു എക്സ്പീരിയൻസ്, വൈകിട്ട് ഈവനിങ്ങിൽ അതിൻ്റേതായ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. രണ്ട് രീതിയിൽ എൻജോയ് ചെയ്യാവുന്നതാണ്.
നോർത്തേൺ ഐലൻഡ്. ഇതും കണ്ടില്ലേ, നമ്മുടെ സൗത്തേൺ ഐലൻഡ് പോലെ തന്നെ നല്ല രീതിയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഏകദേശം 2 വർഷം കൊണ്ട് തന്നെ ഇവിടുത്തെ പണികളൊക്കെ നല്ല തീർന്ന് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ടൂറിസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങും. നല്ല രീതിയിൽ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിൻ്റെയും താഴോട്ടൊന്ന് പോയി നോക്കാം. കഴിഞ്ഞ ടൈമിൽ ഒക്കെ വന്ന സമയത്ത് ഇതൊക്കെ എൻട്രൻസ് ക്ലോസ്ഡ് ആയിരുന്നു. വർക്ക് നടക്കുന്നതുകൊണ്ടാണ്. ഏകദേശം ആ കടൽ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് കയറി ഓൾറെഡി. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ചെന്ന് കഴിയുമ്പോഴത്തേനാണ് അതിൻ്റെ എൻഡാകുന്നത്. ഈ റോഡിൻ്റെ ഒരു കംപ്ലീറ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇത്ര ദൂരമുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണ് ആ കിലോമീറ്റർ കറക്റ്റ് തീരുന്നത്, ഫുൾ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആണ് നമുക്ക് ബാക്കിയുള്ള ടെൻറ്റും ക്യാമ്പിങ്ങും ഒക്കെ കുറച്ച് കാണാൻ പറ്റും. കുറച്ച് ഡെസേർട്ട് ഏരിയയും കൂടെയാണ് അവിടെ. അപ്പോൾ ഇവിടെ ഈ റൈറ്റ് അതേപോലെ തന്നെ ഇനിയുള്ള അങ്ങോട്ട് പോകുന്ന നോർത്ത് സൈഡാണ് സുബിയാൻ ബുബിയാൻ എന്ന് പറയുന്ന 2 സ്ഥലങ്ങളൂടെ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിപ്പോൾ അവിടെയും പതുക്കെ ഡെവലപ്പായി വരും. അതാണ് ഇവരുടെ ഉദ്ദേശം. നോർത്ത് കുവൈറ്റ് സിറ്റിനെയും കൂടെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഇതാണ്. അപ്പം നേരത്തെ പറഞ്ഞ 104 കിലോമീറ്റർ ചുരുങ്ങി ഒരു 36 കിലോമീറ്റർ ആയിട്ട് മാറി. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു നേട്ടമെന്ന് പറയുന്നത്. 4 വരി എന്ന് ഏകദേശം പറയാം, അല്ലെങ്കിൽ 3 വരി എന്ന് പറയാം. 3 വരി പാത, 6 വരി പാത, 48 കിലോമീറ്റർ, 48.5 കിലോമീറ്റർ. അതിനകത്ത് മെയിൻ വരുന്നത് 36.140 കിലോമീറ്റർ. അതാണ് അല്ലേ, ഒരു അത്ഭുതം തന്നെയാണ്. പക്ഷേ പ്രത്യേകിച്ചൊന്നും കാണാനില്ല 2 സൈഡിലും. വരുമ്പോൾ ജസ്റ്റ് 2 സൈഡിലും കടലാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു നോർത്തേൺ സൗത്തേൺ 2 ഐലൻഡ്. അതാണ് പിന്നെ ഉള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. അത് കുറച്ചുകൂടെ ഡെവലപ്പായി വരുമ്പോൾ അടിപൊളിയായി വരും. എന്തായാലും ഇവിടുന്ന് നമുക്ക് ഇനി അതിൻ്റെ എൻഡിലേക്ക് പോകാം. ജഹറ, അബ്ദലി, ബുബിയാൻ, സുബിയാൻ എല്ലാം പോകുന്നത് ഇങ്ങനെ കയറി ആ വഴിക്കാണ് ഈ എല്ലാ സ്ഥലത്തിലും പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ എൻഡിലോട്ട് പോയിട്ട് അവിടുന്ന് നമുക്ക് റിട്ടേൺ വരുന്ന വഴിക്ക് നമുക്ക് വീണ്ടും ഇങ്ങോട്ട് ടേൺ ചെയ്യാനുള്ള വഴിയുണ്ട്. എത്രമാത്രം കാണാൻ പറ്റുന്നുള്ളൂ എനിക്കറിയില്ല. ഈ സൈഡ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എല്ലാം ഈ കൊച്ചു ഇതുപോലെ കാണുന്ന ഫുള്ള് ടെൻറ്റാണ്. ഞാൻ ലാസ്റ്റ് ഇയർ വന്നപ്പോൾ ഇത് കൂടുതൽ ടെൻറ്റുകൾ കണ്ടായിരുന്നു. ഈ വർഷം വളരെ കുറവാണെന്നാണ് ഓൾറെഡി ഇവർ പറയുന്നത്. കാരണം ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഈ വർഷം തണുപ്പ് കുറവാണ്. ഇപ്പോഴാണ് കുറച്ച് തണുപ്പ് വന്നത്. പക്ഷേ അത് പെട്ടെന്ന് തന്നെ
പോവുകയും ചെയ്യും. അയ്യോ അയ്യോ വീണേനെ. അങ്ങനെ എൻഡ് ഓഫ് ദ പ്രൊജക്റ്റ്. ഇവിടം കൊണ്ട് ഈ പ്രൊജക്റ്റ് തീരുകയാണ്. ഇവിടുന്ന് യു ടേൺ അടിച്ച് നമുക്ക് വന്ന വഴി തന്നെ തിരിച്ചു പോകാം, അല്ലെങ്കിൽ ബുബിയാൻ എന്ന് പറയുന്ന 2 സ്ഥലത്തൂടെ പോകാം. ഈ കാണുന്ന എല്ലാം ടെൻറ്റുകളാണ്. പക്ഷേ ഇപ്പം നേരെ ഇരിക്കുന്നതുകൊണ്ട് ഒത്തിരി നമുക്ക് കാണാൻ പറ്റില്ല. കുറച്ചുകൂടി ഹൈറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷേ എന്നാലും കുറവാണ് ഈ പ്രാവശ്യം. ഇത് പ്രത്യേകം നമ്മൾ കുവൈറ്റിൽ അപ്രൂവ് എടുത്ത് ഇന്ന ഏരിയകൾ അവർ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന ഏരിയകളിൽ മാത്രമേ ടെൻ്റ് അടിക്കാവുള്ളൂ, ആ ഏരിയകളിൽ മാത്രമേ നമുക്ക് ടെൻ്റ് അടിക്കാൻ അനുമതിയുള്ളൂ. അല്ലാതെ ടെൻ്റ് അടിച്ച് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റേതായ ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത്ര ദിവസം അവർ പറയാം, ഇത്ര ദിവസം തൊട്ട് ഇന്ന മാസം തൊട്ട് ഇന്ന മാസം വരെ ടൈം കൊടുത്തു. ആ ടൈമിൽ പൊളിച്ച് മാറ്റുകയും വേണം. അതെല്ലാം കറക്റ്റ് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ അതിനും ഫൈനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. പിന്നെ പരിസരം, നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വേസ്റ്റ് എല്ലാം നമ്മൾ തന്നെ കളയുകയും ഒക്കെ വേണം. ഇങ്ങോട്ടും ആൾക്കാർ വീക്കെൻഡ്സിലൊക്കെ വരാറുണ്ട്. വീക്കെൻഡ്സിലൊക്കെ വന്ന് ഇവിടെ വീക്കെൻഡ്സിലായിട്ട് ജസ്റ്റ് 1 per day ഒക്കെ ആയിട്ടും ഇവിടെ ടെൻറ്റുകൾ കൊടുക്കാറുണ്ട്. 1 night 1 day അങ്ങനെ ആൾക്കാർ എടുക്കാറുണ്ട്. ഇവിടെയും പോലീസിൻ്റെ എക്സിറ്റ് ഉണ്ട്. ഇവിടെയും പോലീസുകാർ എല്ലാ സമയത്തും ഫുൾ പോലീസ് ഉള്ള സ്ഥലമാണ് ഇവിടെയെല്ലാം. ഇവിടെ കൊണ്ട് പ്രോജക്റ്റ് തീർന്നിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഡെസേർട്ടാണ്. ഏരിയയിൽ അത്ര കുഴപ്പമില്ല, ബൈക്കൊക്കെ നമുക്ക് ഇറക്കാം, അങ്ങനെ താന്നു പോകത്തില്ല. നമ്മുടെ മറ്റേ മരുഭൂമി നിങ്ങൾ കണ്ടിട്ടുള്ള പോലെ ആ ടൈപ്പ് ഭയങ്കര പൊടിമണലല്ല, കുറച്ചുകൂടെ കട്ടിയുള്ള മണൽ. ഇവിടെ അങ്ങനെ താന്നു പോകത്തില്ല. കുറച്ച് നമുക്ക് ഇറങ്ങി നോക്കാം. ഇതെല്ലാം ക്യാമ്പ് സൈഡിലോട്ടുള്ള ഓരോരോ വഴികളാണ്. ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ കുറവാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ എല്ലാം നിറച്ച് കടകളും വണ്ടികളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ കുറവാണ്. ഇവിടെയൊക്കെ എംപ്റ്റി ആയിട്ട് കിടക്കുക. അങ്ങനെ ബുബിയാൻ റൈറ്റ് എടുത്താണ് പോകുന്നത്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു കുറച്ച് പോർഷൻ പോയിട്ട് നമുക്ക് തിരിച്ചിങ്ങ് പോകാം. നല്ല അടിപൊളി വളമാണ് കേട്ടോ. ഇങ്ങനെ കോർണറൊക്കെ എടുക്കാൻ നല്ല അടിപൊളിയാണ്. ഇങ്ങനെ മുട്ടയ്ക്ക് ഉരച്ച് ഇതാണ് നമ്മുടെ മെയിൻ റോഡ് വരുന്നത്. അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ടൊരു റൈറ്റ് ചെറിയൊരു പോർഷൻ ഇവരിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം ഇവിടെ ചെറിയ പാർക്ക് ചെയ്യാനും ചെറിയൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ബസ്സൊക്കെ വന്നാലും നമുക്കിവിടെ നിർത്താം. ട്രാവൽ ചെയ്യുന്നവർക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് നമുക്ക് അടിപൊളിയായിട്ട് കാണാം. കുറച്ച് മരുത് ആണ് കുവൈറ്റിലെ ഏകദേശം ഒരു മരുഭൂമി. പിന്നെ നമ്മുടെ ദുബായിലൊക്കെ കാണുന്ന പോലത്തെ ഒരു മണൽത്തരികളും ഇവിടെ ഉണ്ട്, പക്ഷേ കുറവാണ്. കുറച്ചുകൂടെ വേറെ ഭാഗത്തോട്ട് പോകണമെങ്കിൽ കാണാം. ഇപ്പം ഇവിടെ ഏകദേശം ഈ ഒരു ടൈപ്പാണ്. സാധാരണ ഒരു മണൽ പരപ്പ് പോലെ തോന്നുള്ളൂ. കട്ടിയുള്ള മണലാണ്. ഒട്ടകങ്ങളൊക്കെ അല്ലേ നടക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനും പവർ സ്റ്റേഷനും ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ഇത് രണ്ടും. ഗൈസ്, ഇതിന് മുമ്പിൽ ഒരു പാലമുണ്ട്, പണിയുന്നുണ്ട്. അതൊരു ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു പാലം ഇങ്ങോട്ടോ ഉള്ള ക്രോസിംഗ് ആണ്. പക്ഷെ ഇതൊരു ഓപ്പൺ ആയിട്ടില്ല. ഏകദേശം അത് 2-3 വർഷമായി ഇങ്ങനെ കിടക്കും. ഇതുവരെ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല. കാരണം
പിന്നെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ റോഡ് ഓൾറെഡി പാലം പണിതല്ല, പക്ഷേ ഓപ്പൺ ആക്കിയിട്ടില്ല, പബ്ലിക്കായിട്ട് ഓപ്പൺ ആക്കിയിട്ടില്ല. ഇങ്ങനൊരു ജസ്റ്റ് നല്ലൊരു പാലമുണ്ട്, ഒരു ആർച്ച് പോലൊരു പാലം, പബ്ലിക്കായിട്ട് അത് ഓപ്പൺ ആക്കിയിട്ടില്ല. അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് മേടിക്കാൻ വേണ്ടിയുള്ള ചെറിയ കടകളൊക്കെയാണ് അവിടെ. അങ്ങോട്ട് ക്യാമ്പിംഗ് ഏരിയ ആണ് അങ്ങോട്ട് ചെയ്തിരിക്കുന്നത് ഫുൾ. അങ്ങോട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് ക്യാമ്പിംഗ് ഏരിയ ആണ് ഫുള്ള് കാണുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്ന് നോക്കിയിട്ട് അധികം ക്യാമ്പുകൾ പോലും കാണാനില്ല. കഴിഞ്ഞ വർഷമൊക്കെ ഇതിൽ കൂടുതലുണ്ടായിരുന്നു. ഇവിടെല്ലാം ഇതാണ് ഓരോ ക്യാമ്പിലോട്ടുള്ളതിൻ്റെ ബോർഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കുറച്ച് ദൂരം പോയി നോക്കാം, എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമോ. ക്യാമ്പ് ഫോർ റെൻറ്റ് അങ്ങനെയൊക്കെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ വഴിക്ക് പോകുമ്പോഴാണ് മറ്റേ ഒരു സ്ഥലമുണ്ട്, എന്താ പറയുക, കുവൈറ്റിൽ ഒരുപാട് പേര് ആ സ്ഥലത്ത് പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഡെസേർട്ടിൻ്റെ സൈഡിലുള്ളൊരു പഴയ ഒരു കെട്ടിടം, തകരം കൊണ്ടുണ്ടാക്കിയൊരു പഴയ കെട്ടിടമുണ്ട്. ഒരുപാട് അവിടെ പിക്ചർ വന്നു. അത് ഇങ്ങനെ ഈ വഴി അങ്ങ് പോയാലേ കാണത്തുള്ളൂ. ഈ ബൈക്ക് ഇപ്പം ബൈക്ക് നല്ല രീതിയിൽ സ്കിഡാവുന്നുണ്ട്. അങ്ങ് ഒരു നല്ലൊരു സ്പോട്ടാണ് അവിടെ. അവിടെ വരെ ബൈക്കിൽ പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, ട്രൈ ചെയ്ത് നോക്കാം. കാരണം അവിടെ നല്ലൊരു സ്പോട്ടാണ്. കാറൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബൈക്കിൻ്റെ കാര്യം അറിയത്തില്ല, നല്ല രീതിയിൽ താഴുന്നുണ്ട്. ഇവിടെയൊക്കെ താഴുന്നുണ്ട്, നോക്കാം. ഇവിടെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാലം. ഇതൊരു ഓപ്പൺ ആക്കിയിട്ടില്ല, അതെനിക്ക് തോന്നുന്നത് അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ലായിരിക്കും. അങ്ങനെ കുവൈറ്റിലുള്ളൊരു ഹിഡൻ പ്ലേസാണിത്. പക്ഷേ ചിലർക്കറിയാം ഇതിൻ്റെ വഴി എങ്ങനെയാണ്. അപ്പോൾ അവർ വരും, വഴി അറിയാൻ വയ്യാത്തവർ ജസ്റ്റ് പാസ് ചെയ്ത് പറ്റും. ഇവിടെ കുറേ ആൾക്കാർ വന്ന് സ്റ്റേ ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മുടെ ചെറിയ ക്യാമറമാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ആ സൈഡിലൊക്കെ. ഇതൊക്കെ ഈ സമയത്ത് വണ്ടിയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് ആൾക്കാർ. വണ്ടി പ്രതീക്ഷ പോലെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നു. ഇവിടെ ആൾക്കാർ ഒരുപാട് പേര് സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ. കാര്യങ്ങളൊക്കെ വെച്ചും ഇതൊക്കെ ഉണ്ട്. അകത്ത് കയറി നോക്കാം. നല്ല ക്ലീനാക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടൊക്കെ കിടക്കുന്നത്. കാറൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. പഴയ ഒരു എന്താ സംഭവം എന്നറിയില്ല. ഇവിടെ ആൾക്കാർ പണ്ട് ടെൻ്റ് അടിച്ച് കിടന്നുകൊണ്ടിരുന്ന സ്ഥലമായതുകൊണ്ട്
അതിൻ്റെ പേരിലായിട്ട് പണ്ടെങ്ങാണ്ട് ഉള്ള എന്തൊക്കെയോ ആണ്. അവിടെ ഒരു പഴയ ബിൽഡിങ് എല്ലാം പോയൊരു പോർഷൻ. ഇവിടെ ആൾക്കാർ വന്ന് സ്റ്റേ അടിച്ച് നിൽപ്പുണ്ട്. എന്തായാലും കൊള്ളാം, അടിപൊളി. ഇവിടം വരെ വരാൻ പറ്റി. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇത്രയും ഉള്ളിലോട്ട് കയറി വരുന്നത്. സത്യം പറഞ്ഞാൽ ഈ സ്പോട്ട് കറക്റ്റായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ടാണ് വരാൻ. ഞാൻ ഇവിടെ ഒരു പഴയ ഒരു എന്താ പറയുക, ബോട്ട് ജട്ടി എന്നൊക്കെ പറയുന്ന പോലെ ഒരു പഴയൊരു പാലത്തിൻ്റെ പോർഷനൊക്കെ അവിടെ ഉണ്ട്. കണ്ടോ, ഇതൊക്കെ ഒരു ഹാർബറിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഇതൊക്കെ പോലെ ഒരുപാട് നല്ല പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ കൊണ്ട് വണ്ടി വെച്ചൊരു ഫോട്ടോയൊക്കെ എടുക്കാം. കണ്ടേ ആ പാലം കണ്ട, അതാണ് ഞാൻ പറഞ്ഞ പാലം. നേരെ കാണാം. കടലെടുത്ത് തുരുമ്പടിച്ച് മൊത്തം പോയി. ഈ പാലം ഓപ്പൺ ആയി കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ അങ്ങോട്ടൊരു യാത്ര വെക്കാൻ പറ്റും. എന്തായാലും കൊള്ളാം. കുവൈറ്റിൻ്റെ ഒരു പഴയ എന്തോ ആണ്. നല്ല നല്ല പടങ്ങളൊക്കെ ഓരോരുത്തർ കലാകാരന്മാർ ഓരോ പടങ്ങളൊക്കെ വരച്ച് വെച്ചു. വണ്ടികളും ഇതുമൊക്കെയാണ്, പക്ഷെ ആൾക്കാരെ ആരും കാണുന്നില്ല പ്രത്യേകിച്ച്. എല്ലാവരും ഉറക്കമൊക്കെ ആയിരിക്കും. ഒരു സ്ഥലം കൂടെ കാണാൻ പറ്റി. ഇനി ഇവിടുന്ന് പതുക്കെ പുറത്തേക്ക് പോകാം. എന്തായാലും നീ ഇവിടുന്ന് പോകാം. എത്ര നീറ്റായിട്ട് കിടക്കുന്നതിൽ വളരെ നന്ദി. എങ്ങനെയുണ്ട് ഇവിടുന്ന് കാണാൻ? ഇവിടുന്ന് ഇത്രയേ ഉണ്ട് കാണാൻ. കണ്ട അടിപൊളിയല്ലേ? ഇവിടുന്ന് ഇതുപോലെ ഇത്രയുണ്ട് കാണാൻ. ഇതൊന്നും അത്ര ഡേഞ്ചറായിട്ടുള്ള മണലല്ല. മരുഭൂമി എന്ന് പേരേ ഉള്ളൂ. യേസ്, അങ്ങനെ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തുകയാണ്. ഇവിടെയൊക്കെ സീനുണ്ട്. ഇവിടെയൊക്കെ ഇച്ചിരി താന്നു, ഫ്രണ്ടും താന്നു പോകുന്നുണ്ട്, ബാക്കും താന്നു പോകുന്നുണ്ട്. നമ്മുടെ പിന്നെ
ഓഫ് റോഡ് ടയറൊന്നും അല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് അങ്ങനെ ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് നേരെ നമ്മുടെ പാലത്തിലോട്ടാണ്. അങ്ങനെ പാലം കയറി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനെ ഒരു ഹിഡൻ സ്പോട്ട് കൂടെ അങ്ങനെ കാണാൻ പറ്റി. പക്ഷേ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ പോയത്. ഈ കാണുന്നതെല്ലാം നല്ല കറക്റ്റ് ഡെസേർട്ട് സാൻഡ് തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ബൈക്ക് ഇറക്കി എന്തായാലും താഴ്ന്നു പോകും. ഇത് കറക്റ്റ് ഡെസേർട്ട് സാൻഡ് തന്നെയാണ് ഈ സൈഡിൽ കാണുന്നതല്ല. അത് കാണുമ്പോഴേ അറിയാം കേട്ടോ. വണ്ടി ഇപ്പോൾ താഴ്ന്നു ചോദിച്ചാൽ മതി. നമ്മുടെ മറ്റേ ഓഫ് റോഡ് വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് കയറിപ്പോകും. അല്ലെങ്കിൽ അയ്യോ ആൾക്കാരൊക്കെ ഉണ്ടോ മറ്റേ ഓഫ് റോഡ് 4x4 ഒക്കെ നല്ല ഏതോ വണ്ടി കയറിപ്പോൾ അതിൻ്റെ പാടൊക്കെ കിടപ്പുണ്ട്. നമ്മുടെ വണ്ടി കയറില്ല, ബൈക്ക് കയറില്ല. രസമുണ്ട്, ഈ മണൽ നല്ല രസമുണ്ട്. അങ്ങനെ തിരിച്ച് നമ്മുടെ പാലത്തിലേക്കുള്ള വഴിയിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നേരെ പാലം. അപ്പം ഇതാണ് ഷോയിഖ് പോർട്ട് ദോഹ പോർട്ട് എന്ന് പറഞ്ഞ് ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുന്ന ആ ഒരു പാലമാണ് ഇതിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്ന 12 കിലോമീറ്റർ വരുന്ന കടൽപ്പാലം. ഇപ്പോൾ ഈ മെയിൻ വരുന്നതാണ് നമ്മുടെ 6 കിലോമീറ്റർ 36.140 കിലോമീറ്റേഴ്സാണ് ഈ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മെയിൻ ബ്രിഡ്ജ്. പിന്നെ ബാക്കിയുള്ള 12 കിലോമീറ്ററാണ് നേരെ കാണുന്നത് ഷോയിഖ് പോർട്ട് ദോഹ ലിങ്ക് ദോഹ പോർട്ട് എന്ന് കാണിച്ചിരിക്കുന്ന അവിടെ കാണുന്ന 12 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ട്രാവൽ ചെയ്ത് അവിടെ വെച്ചെല്ലാം പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റത്തില്ല. പോർട്ടിലോട്ടൊന്നും എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല, പോർട്ടിലോട്ടൊന്നും എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് അതിൻ്റെ പരിസരം വഴി പോയിട്ട് വരാവുന്നേ ഉള്ളൂ. ഓൾറെഡി 2 സൈഡിലും കടൽ തന്നെയാണ്. ഈ എന്തെങ്കിലും കാണാൻ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ട, ജസ്റ്റ് 2 സൈഡിലും വെള്ളം. ഈ നേരെ അങ്ങ് ഇരിക്കുവാന്നേ ഉള്ളൂ. തിരിച്ചുള്ള യാത്രയിലാണ്. നമ്മൾ തിരിച്ചങ്ങോട്ട് പോയപ്പോൾ നമ്മൾ നിർത്തിയ പാലത്തിന് ഏകദേശം നടുഭാഗം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ പോകണം, എന്നിട്ട് വേണം നമ്മൾ മെയിൻ റോഡിലേക്ക് കയറും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ. ഓക്കെ.